നോക്കണേ ലച്ചൂസിനെ ഇന്ന് കാണാൻ നല്ല സുന്ദരിയായിട്ടുണ്ട്. അപ്പൊ നേരത്തെ സുന്ദരി അല്ലായിരുന്നോ? ആ നേരത്തെ സുന്ദരിയാണല്ലോ, ഇന്ന് കൂടുതൽ സുന്ദരിയായിട്ടുണ്ട്. നിന്നെ കാണാനും സുന്ദരനായിട്ടുണ്ട്. ശരിക്കും ശരിക്കും ശരിക്കും. അയ്യോ, ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഞാനേ ഇന്ന് തൊട്ട് വ്രതം എടുക്കാൻ പോവാ. 21 ചൊവ്വയും 21 വെള്ളിയും വ്രതം. വ്രതോ? ലച്ചൂസ് ജന്മനാ വ്രതത്തിലാണല്ലോ. ഒരു ദിവസം പോലും മര്യാദയ്ക്ക് ആഹാരം കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെന്തിനാണ് വ്രതം? നല്ലൊരു ദിവസമായിട്ട് എന്റെ വായിലിരിക്കുന്ന കേക്കരുത് കേട്ടോ. എന്തിനാ വ്രതം എന്ന് പറ. എടാ, ഞാൻ വ്രതം എടുക്കുന്നത് നിനക്ക് വേണ്ടിട്ടാ. എനിക്ക് വേണ്ടിട്ടാ? ആ, എന്തിന്? അങ്ങനെയെങ്കിലും നന്നാവട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഞാൻ നന്നാവാനോ? ഞാൻ ഓൾറെഡി നല്ലതാണല്ലോ. ആര് പറഞ്ഞു? ഞാൻ പറയുന്നു. സത്യം പറഞ്ഞാലേ ഈ ഒരു വ്രതം എന്ന് പറയുന്നത് നിന്റെ സന്തോഷത്തിനും നിന്റെ ഹെൽത്തിനും അതുപോലെ തന്നെ നിനക്ക് കുറെ ടെൻഷനൊക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം മാറാൻ വേണ്ടിട്ടാ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. നിന്റെ സന്തോഷമല്ല എന്റെ സന്തോഷം. നമ്മുടെ സന്തോഷം അത് തന്നെ. സാരി കൊടുത്തത് കറക്റ്റ് അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. ഓക്കെ അല്ലേ? എന്നാ പിന്നെ വാ. അമ്മ, നമുക്ക് അവിടെ ഇട്ടാലോ പൊങ്കാല? വേണ്ട വേണ്ട, ഇവിടെ നടവാറിലിട്ടാ മതി. അതാ ഐശ്വര്യം. മോനെ കേശു, അപ്പുറത്ത് ചുടുകട്ട വെച്ചിട്ടുണ്ട്, അത് നീ പറക്കൊണ്ട് വന്നേ. അമ്മ, മണി 8:30 ആ 8:30 9:45 ആറ്റുകാൽ അമ്പലത്തിൽ പണ്ടാരടുപ്പ് തീ കൊളുത്തുന്നേ. ആ സമയത്തിന് തന്നെ നമുക്ക് ഇവിടെ തീ കൊളുത്തണം. അമ്മ, ഏത് എത്ര മണിക്ക്? 2:15. ഓ ആ അവിടെ വയ്ക്ക, അവിടെ വയ്ക്ക. രണ്ടടുപ്പ് കൂട്ടണേ. അപ്പൊ 2 പൊങ്കാലയാ? ആ, ശർക്കര പൊങ്കാലയും വെള്ളച്ചോറ് പൊങ്കാലയും. വെള്ളച്ചോറ് പൊങ്കാലയോ? അത് ഞാനിതുവരെ കഴിച്ചിട്ടില്ല. എങ്ങനെ കഴിക്കാനാ? ആയ കാലം മൊത്തം ഗൾഫിലായിരുന്നില്ലേ? ലച്ചൂസേ മതിട്ടാ. അമ്മമ്മേ, ഈ വെള്ളച്ചോറ് പൊങ്കാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പരിപാടി? അത് ചോറ് പറ്റിച്ചു കഴിഞ്ഞിട്ട് അതിനകത്ത് തേങ്ങായും പഴവും ഏലക്കായും ഇടും. എത്രയേ ഉള്ളൂ. ആദ്യം നമുക്കൊരു ഗണപതി പടുക്ക ഒരുക്കണം. ആ മോനെ, ഇല വെട്ടിയിട്ടില്ല കേട്ടോ. മക്കള് പോയി 2 തൂശനില വെട്ടിക്കൊണ്ടുവാ. എടാ, ഞാനും വരാം. ഞാനേ കത്തി എടുത്തിട്ട് വരാം. ഓക്കെ. ഹലോ, വാഴത്തോട്ടം എവിടെ കിട്ടും വാഴയില? അതിന് വാഴത്തോട്ടത്തിൽ പോണ്ടേ? വാഴത്തോട്ടത്തിൽ പോ. അങ്ങോട്ടല്ലേ പൊക്കോണ്ടിരിക്കണേ? പെട്ടെന്ന് പോവാന്ന്. എടേ, സമയായി, പെട്ടെന്ന് വാ. എടോ, എന്ത് കഷ്ടോടോ അത്. ഞാൻ ആവശ്യം പിടിച്ച് ആദ്യം ഇറങ്ങി, എന്നിട്ട് ഇപ്പൊ നിങ്ങൾ എന്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങിയ അടയാ. ഇത്ര സൈസുള്ള വെട്ടണോ? ഇത്ര ഉള്ള വെട്ടണോ? ഇത്രയും സൈസുള്ള വെട്ടണം. മീഡിയം കിട്ടൂല. മീഡിയം പോരേടാ, മീഡിയം മതി. മീഡിയം മതിയോ? അല്ല, ഇപ്പൊ ഒരുക്കാനൊക്കെ പറയുമ്പോ വേണ്ടേ? പിന്നെ സൈസ് വേണം. നോക്കാം. നിക്കണ് വാഴത്തോട്ടം. എപ്പടി കളിയാ? ഇതാണോ നിന്റെ വാഴത്തോട്ടം? ആകെ 4, 3, 7 വാഴയല്ലേ ഉള്ളൂ. ഈ 4, 3, 7 വാഴയിലുള്ളത് എന്താ ദൈവമാക്കിയോണം? അപ്പോഴാണ് എടാ, ഈ വാഴയിലകളൊന്നും പോരടാ, നമുക്ക് വേറെ പോയി നോക്കാം. തന്നെ.
ചെല്ലേ അപ്പുറത്തെ തേക്കും കാടുണ്ട്, അവിടെ ചെന്ന് വാഴ വെട്ടിക്കൊണ്ടോ ചെല്ലേ. അപ്പുറത്തോ? അല്ല വേണ്ട, നമുക്ക് ഇവിടെ തന്നെ എടുക്കാം. അല്ല പോയിട്ട് കളി. അല്ല വേണ്ട, എടുക്കാം വാ. അയലോടിക്ക് മാത്രം ഒരു കുറവില്ല. അളേ വിട്ടല്ലേ ഞാൻ വെട്ടിയ ശരിയാവത്തില്ല, എന്റെ ഷർട്ടിൽ കറിയോ. ഈ ഷർട്ട് എന്റെ ഒരു വെൽഫിഷർ ഗിഫ്റ്റ് ചെയ്തതാ. വെൽഫിഷർ ഗിഫ്റ്റ് ചെയ്തതാ. അങ്ങനെയാണെങ്കിൽ ഇത് എന്റെ വേറെ വെൽഫിഷർ ഗിഫ്റ്റ് തന്നതാ. ഏത് വെൽഫിഷർ? ആ ഒരു വെൽഫിഷർ. അങ്ങ് മര്യാദയ്ക്ക് വെട്ടിക്കോ. അളി വെട്ടലേ. നീ അങ്ങ് വിട്ടറാ. എടാ വെട്ടറാ. എന്തോടെ ചുമ്മാ കൺഫ്യൂഷൻ അടിപ്പിക്കാതെ നീ വെട്ടാൻ നോക്ക്. ഞാൻ എന്തിനു കൺഫ്യൂഷൻ അടിപ്പിക്കേ? തന്റെ വീട്ടിൽ അളയെ വെട്ടുന്ന വെട്ടുന്നുണ്ടോ? ഞാൻ വെട്ടത്തില്ല. നീ നിനക്ക് വെട്ടിയെന്താ കുഴപ്പം എന്തുവാ? കണ്ട 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 എന്ത് അളയെ നീടേട്ടാ ലച്ചേച്ചിയുടെ സ്വഭാവം വന്നോണ്ടിരിക്കുന്നത് കേട്ടാ. ലച്ചൂസിന്റെ സ്വഭാവം വന്നതിന് എന്താണ് കുഴപ്പം? എന്റെ ലച്ചൂസ് മുത്ത് അറിയാവോ? മുത്ത് മുത്ത്. ആ എന്നാലേ ആ മുത്ത് അടുത്ത പ്രാവശ്യം പിടിച്ചിടിക്കുമല്ലോ, അപ്പൊ എന്നെ വിളിക്കണം. എടാ ഒന്ന് രക്ഷപ്പെടുത്തണം. അപ്പൊ ഞാൻ വരാവേ. നീ വെട്ട്. ഞാൻ വെട്ട്. എന്റെ പൊന്നളെ ഭയങ്കര അയച്ചിരിക്കും. വെട്ടായി നിനക്ക് വെട്ടാൻ പറ്റുമോ? ലിങ്ങാണ് ഞാൻ വെട്ടാം. എന്നാ അമ്മായി വെട്ടും. അതെ അതെ. കേശവേട്ടാ വെട്ടാ വെട്ടാ. അമ്മായി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അമ്മായി സത്യം പറഞ്ഞ എത്ര തവണ ഈ പൊങ്കാല ഇട്ടിട്ടുണ്ടാവും? ഞാൻ കോളേജ് പഠിക്കണ വരെ ഇട്ടായിരുന്നു. പിന്നെ ഗൾഫിൽ പോയതിനു ശേഷം ഇടാൻ പറ്റില്ലല്ലോ, അന്നതിന് ശേഷം പിന്നെ ഇട്ടില്ല. പ്രാവശ്യം ഇടാം. അമ്മായിയേ ഓ നമുക്ക് അടുത്ത പ്രാവശ്യം അമ്മാടി അടുത്ത പ്രാവശ്യം നമുക്ക് എല്ലാവരും കൂടെ വണ്ടി വിളിച്ച് നേരത്തിങ്ങനെ പോയി അവിടുത്തെ പൊങ്കാലിടാൻ പോകും. എന്താ പറയണം? അത് അടുത്ത പ്രാവശ്യത്തെ കാര്യമല്ലേ. ഇപ്പൊ പൊങ്കാലിടാം. ഓക്കെ പൊങ്കാലിടാം. പൊങ്കാലിടണമെങ്കിൽ ഇല വെട്ടണ്ടേ? വെട്ടണം. ഇല ഞാനിത് ഈ ഹൈറ്റിന് ഒറ്റ വിലയേ ഉള്ളൂ. ബാക്കിയുള്ള ഇലയൊക്കെ വെട്ടണമെങ്കിൽ ഹൈറ്റ് കയറി വെട്ടണം. വെട്ടളിയാ. മൊബൈലെങ്കിലും ഒന്ന് പിടിക്കോ?